5000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ നിർമ്മിച്ചിട്ട് അവിടെ വെച്ചൊരു ദുആ ചെയ്തു. ആ ദുആ വളരെ ശ്രദ്ധേയമായ ദുആയാണ്. വെറുതെയല്ല പരിശുദ്ധമായ കഅബ പണിതത്. ആ കഅബ പണിതിട്ട് അങ്ങകലെ മാറി നിന്നുകൊണ്ട് ആ കഅബയിലേക്ക് നോക്കിയിട്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ അർത്ഥവത്തായ ഒരു ദുആ ഉണ്ട്. ആ ദുആ സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുന്നവർ ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ ഹാജിമാർ ഈ ദുആ നിർബന്ധമായി നിങ്ങൾ അവിടെ പോയി ചെയ്യണം. ഇത് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം, വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പരിശുദ്ധമായ കഅബ നിർമ്മിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മേസ്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ അതിന് മെക്കാടിന്റെ പണിയെടുക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഒരു ഉപ്പയും ഒരു മകനും അഹോരാത്രം പാടുപെട്ടിട്ട് പരിശുദ്ധമായ കഅബ നിർമ്മിക്കുമ്പോ ആ കഅബയുടെ പണി പൂർത്തിയാക്കിയിട്ട് അവരിരുവരും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഈ ആവയിൽ നമ്മൾ മസ്ജിദ് നിർമ്മിച്ചില്ലേ, അവിടെയും നമ്മുടെ ദുആ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് നാഥാ, നീ ഇത് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഏതൊരു നന്മ പ്രവർത്തിച്ചാലും ഏതൊരു നന്മ ചെയ്താലും അല്ലാഹുവിനോട് നമ്മൾ അതിന്റെ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് 6 മാസം മുമ്പേ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. നമ്മൾ റജബ് മാസത്തിലാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ ദുആ 6 മാസം മുമ്പേ അവർ തുടങ്ങുകയാണ്. അതോടുകൂടി തീരുന്നില്ല. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് 6 മാസക്കാലത്തോളം അവർ ദുആ ചെയ്യുമത്രേ. പടച്ചവനേ, ഞങ്ങളിൽ നിന്ന് ഈ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാ. അവിടെയും കബൂലിയത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 2 മാസമല്ല, തുടരെ 6 മാസക്കാലത്തോളം ബഹുമാനപ്പെട്ട സ്വഹാബത്തും മഹത്തുക്കളും മഹാന്മാരും അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ദുആ ചെയ്യുന്നു, റബ്ബേ, ഞങ്ങളുടെ പരിശുദ്ധമായ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ. നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ
വറുകൂഅനാ വസുജൂദനാ. അല്ലാഹ് ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ ഖിറാഅത്ത്, ഞങ്ങളുടെ ഖിയാം, ഞങ്ങളുടെ നിൽക്കൽ, ഞങ്ങളുടെ റുകൂ, ഞങ്ങളുടെ സുജൂദ് എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അപ്പോൾ ഒരു ഖബൂലിയത്ത് ആവശ്യമാണ്. നമ്മൾ ഏത് നന്മ പ്രവർത്തിച്ചാലും അത് ഖബൂലിയത്ത് ഉണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണേ. അതാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ മകനോടൊപ്പം ആ പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ദുആ ചെയ്തത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അതുകൊണ്ട് ഹാജിമാരെ, ഹജ്ജിന് പോകുന്നവർ ഈ ദുആ മറക്കണ്ട കേട്ടോ. അവർ പരിശുദ്ധമായ കഅബ കാണുമ്പോ ആദ്യമായി അവർ ദുആ ചെയ്തു കൊള്ളട്ടെ, അല്ലാഹ് 60 വയസ്സായി എനിക്ക്, 40 വയസ്സായി എനിക്ക്, 35 വയസ്സായി എനിക്ക്, 80 വയസ്സായ ഞാൻ ഈ പരിശുദ്ധമായ കഅബയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 80 വർഷക്കാലയളവിൽ എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത്, എന്റെ ഖുർആൻ പാരായണം, എന്റെ തദ്കീർ, തഹ്ലീൽ, തസ്ബീഹ്, സ്വലാത്ത് ഇതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഓരോ ഹാജിമാരും ദുആ ചെയ്യണേ. അവരുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമായേക്കാം. അതിന്റെ തെളിവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ തിരുക്കരങ്ങളെ കൊണ്ട് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തിയാക്കി അല്ലാഹുവിന്റെ ദർബാറിൽ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തത്, അല്ലാഹ് ഈ കഅബാലയത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇന്ന് ലോകത്തെ മുസൽമാന്റെ കഅബ ഖിബ്ല, ആ കഅബയാക്കി അല്ലാഹു നിർണയിച്ചത്. കണ്ടോ? അല്ലാഹു സ്വീകരിച്ചതിന്റെ തെളിവാണ്. ഇന്ന അവ്വല ബൈത്തി വൂദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് ഹിദായത്തിന്റെ മാർഗമാണ്, മുബാറക്കായ ഗേഹമാ പരിശുദ്ധമായ കഅബ ശരീഫ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഗേഹമത്രേ. ആദ്യത്തെ മസ്ജിദ് കഅബയാണ്. ഇന്ന അവ്വല ബൈത്തി വൂദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രഥമമായ ആരാധനാലയം കഅബയാണ്. അത് ബക്ക എന്ന് പറയുന്ന മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയ്ക്ക് പല പേരുകളുണ്ട്, കഅബയ്ക്കും പല പേരുകളുണ്ട്. അതിലൊരു പേരാണ് ബക്ക. കഅബയുടെ മറ്റൊരു പേരാണ് ബൈത്തുല്ലാഹ്. ഒരുപാട് പേര് കഅബയ്ക്കുണ്ട്, നാടിനുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹ് നീ ഇത് സ്വീകരിക്കണേ, ഈ കഅബ സ്വീകരിക്കണേ. അല്ലാഹ് സ്വീകരിച്ചു. അത് കഅബയായിട്ട് അല്ലാഹു അംഗീകരിച്ചു, ഖിബ്ലയായിട്ട് അല്ലാഹു തആല അംഗീകരിച്ചു. എല്ലാവരും അതിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. നമ്മൾ ഇന്ന് ദുആ ചെയ്യുന്നത്, നമ്മൾ നമസ്കരിക്കുമ്പോൾ കഅബയിലേക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഖിബ്ലയാണത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. കഅബ സ്വീകരിച്ചു. നമുക്ക് ഹിദായത്ത് കിട്ടാനുള്ള വഴി പരിശുദ്ധമായ കഅബയാണ്. രാവിലെ ഖുനൂത്ത് ഓതുമ്പോ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, ഹിദായത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടല്ലേ. ദിനംതോറും 17 പ്രാവശ്യം നമ്മൾ കൈകെട്ടി ചോദിക്കാറില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹ് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നാഥാ. 17 പ്രാവശ്യം കരങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് ആ കഅബയെ ലക്ഷ്യമിട്ടിട്ടല്ലേ.
ഒരാള് മരിക്കുമ്പോ അവന്റെ മുഖം ആ കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കപ്പെടാറില്ലേ? അവന്റെ മുഖം ആ കഅബയിലേക്ക് നോക്കി കിടക്കട്ടെ. അത് നമ്മുടെ ഖിബിലയാണ്. ആ ഖിബിലയെ കുറിച്ച് ഖബറിൽ ചോദ്യമില്ലേ? അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കപ്പെട്ട ആ ആരാധനാലയം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്ത് നേടിയെടുത്തതാണെങ്കിൽ ഇന്ന് ആവയിൽ ഒരു മദ്രസ നിർമ്മിക്കപ്പെട്ടാൽ നമ്മുടെ ഓരോരുത്തരുടെ ചുണ്ട് ചലിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹ്, ഈ സാധുക്കളായ ഉമ്മമാരുടെ വിയർപ്പാണ് പടച്ചവനെ, ഈ സാധുക്കളായ ഇച്ഛാമാരുടെ വിയർപ്പാണ് പടച്ചവനെ. അന്നം തേടി വിദേശത്ത് പണിയെടുക്കുന്ന എത്രയോ സാധുക്കളായ പ്രവാസികളുണ്ടല്ലോ, അവരുടെ വിയർപ്പാണ് അല്ലാഹ്. ഈ കാണുന്ന മസ്ജിദും ഈ കാണുന്ന മദ്രസയും അവരുടെ വിയർപ്പിന്റെ അംശമാണ് റബ്ബേ. അതുകൊണ്ട് നാദാ തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ കഅബയ്ക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഈ ആവിയിലുള്ള ഓരോ വ്യക്തികളുടെയും ദുആ അതായിരിക്കണം. പള്ളി നീ സ്വീകരിച്ചതുപോലെ ഈ മദ്രസ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ വിയർപ്പിന്റെ അംശമാണത്. അത് അല്ലാഹ് നമുക്ക് ചെയ്ത ഒരു നിഅമത്താണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ഇന്ന് സാലിഹീങ്ങളാകാൻ കാരണം എവിടെയാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു ദുആയാണ് റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദ് ഗൈരി ദീ സർഇൻ عند بيتك المحرم ربنا ليقيموا الصلاة. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ആ കഅബയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒരു ഉമ്മയെയും ഒരു കുഞ്ഞിനെയും വിട്ടിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് ഓർമ്മയുണ്ടോ? പടച്ച റബ്ബേ, ഈ കഅബയുടെ ഓരത്ത് ഞാൻ ഇതാ എന്റെ കുടുംബത്തെ ഞാൻ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാ. എന്തിനാണ് നാദാ? ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ സംസ്കാരം പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്നുള്ള മദ്രസയിലാണ് കേട്ടോ. എന്താണ് സൽ സ്വഭാവമെന്ന് പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്ന മദ്രസയിലാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും മസ്ജിദിനോട് ചേർന്നായിരിക്കണം മദ്രസ ഉണ്ടാകേണ്ടത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുള്ള തെളിവുകളാ. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്തതും അങ്ങനെ തന്നെയാണ്. എന്റെ മക്കൾ IAS കാരനാവാനല്ല, IPS കാരനാവാനല്ല, MBA കാരനാകാനല്ല, B.Ed കാരനാകാനല്ല. അല്ലാഹ് റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ മക്കൾ നമസ്കാരമുള്ളവനാകട്ടെ, നിന്നെ ഭയപ്പെടുന്നവനാകട്ടെ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളാകട്ടെ. അതിനുവേണ്ടി അവരെ സംസ്കരിച്ചെടുക്കാനാണ് നാദാ ഈ മസ്ജിദിന്റെ ഓരത്ത്, ഈ കഅബയുടെ തിരുമുറ്റത്ത് എന്റെ കുടുംബത്തെ ഞാൻ നിക്ഷേപിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ദുആ അതാണ്. എന്തിനാണ് മദ്രസയിൽ മക്കളെ വിടുന്നത്? ഇബ്രാഹിം നബി നമുക്ക് പാടാണ്. ഇബ്രാഹിം നബി ചെയ്ത ദുആയാണ്. ആരാണ് ഈ മക്കൾക്ക് മദ്രസയിൽ, ഈ മദ്രസയില്ലെങ്കിൽ ഈ മക്കൾക്ക് ആരാണ് നമസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഉമ്മയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഉപ്പയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഏതൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് സമുദായമേ, ഈ മക്കൾ നന്നാകണോ? ഈ മദ്രസയിലേക്ക് അവരെ പറഞ്ഞു വിടണം. ആ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്. മോനെ, നീ ഒന്ന് ദുആ ചെയ്യണേ. ഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹ്, എന്റെ
എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും നീ കരുണ ചൊരിയണേ നാദാ. എന്റെ ശൈശവത്തിൽ, എന്റെ ബാല്യത്തിൽ, എന്റെ കൗമാരത്തിൽ, എന്റെ യൗവനത്തിൽ എന്നോട് കരുണ ചെയ്തവർ അവരാണ് അല്ലാ. എന്റെ കാഷ്ടം വാരിയവരാണ്, എന്റെ മൂത്രം തുടച്ചു മാറ്റിയവരാണ്, ഞാൻ കരയുമ്പോൾ എന്നെ താരാട്ട് പാടി ഉറക്കിയവരാ. അവർ പട്ടിണി കിടക്കുമ്പോ ഞാൻ വിശന്ന് കരഞ്ഞാൽ അവരുടെ പട്ടിണി മറച്ചു വെച്ചിട്ട് എന്റെ വയറ് നിറപ്പിച്ച ഉമ്മയാണ്, ഉപ്പയാണ്. അല്ലാഹുവേ, അവരോട് നീ കരുണ ചൊരിയണേ നാദാ. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ദുആ അല്ലാഹു നമ്മളോട് പഠിപ്പിച്ച് തരണമെങ്കിൽ 1-ാം ക്ലാസ് മുതൽ B.Ed വരെ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയിക്കോ. ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ നിന്നെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന രക്ഷകർത്താക്കളായ മാതാപിതാക്കളുണ്ടല്ലോ, അവരോടുള്ള കടമ എന്തെന്ന് പഠിപ്പിക്കാൻ ഒരധ്യായമുണ്ടോ? സ്കൂളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സ്കൂളിന്റെ പാഠപുസ്തകത്തില് LKG മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നല്ലോ നിങ്ങൾ. മദ്രസയുടെ പഠനമല്ല വലുത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ CBSE ഒക്കെ നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ച് മക്കളെ വലിയ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുത്താൻ അതിനുവേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന നിങ്ങൾ ഓർക്കണം, LKG മുതൽ 12-ാം ക്ലാസ് വരെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ പഠിപ്പിക്കുമ്പോ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പർ തനിക്ക് ഹരിശ്രീ പഠിപ്പിച്ചു തരുന്ന അധ്യാപകനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒരു പാഠപുസ്തകത്തിൽ എവിടെയെങ്കിലും? എന്തായാലും പരിശുദ്ധമായ മദ്രസയിലേക്ക് കടന്നു വരണേ. ആ മദ്രസയിൽ നിങ്ങളോട് പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉസ്താദ്, മുഅല്ലിം ആരാ, അവരോടുള്ള മഹത്വം എന്താണ്, അവർക്ക് സലാം പറയണേ, അവരെ കണ്ടാൽ എഴുന്നേൽക്കണേ, അവരെ നിങ്ങൾ ആദരിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ, അവരോട് കയർത്ത് സംസാരിക്കരുതേ, അവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുതേ. അങ്ങനെ ആ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാ എത്ര വളർന്നു വലുതായാലും തന്റെ ഉസ്താദിനെ കാണുമ്പോൾ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ആ മക്കൾ അവരെ സ്വീകരിക്കുന്നത്. എന്നാൽ സ്കൂളുകളിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെയും അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെയും തന്റെ മുറിയിൽ പോയി പൂട്ടിയിടുന്നത് ആരാ? തന്റെ വിദ്യാർത്ഥികളല്ലേ, തന്റെ പഠിതാക്കളല്ലേ? തന്റെ അധ്യാപകന്മാരുടെ മുന്നിൽ ചെരുപ്പടിത്തടിക്കാനും, അവരെ തെറി വിളിക്കാനും, അവരെ ആക്രോശിക്കാനും, അവരുടെ മുന്നിൽ കൊടി ഉയർത്തി സിന്ദാബാദ് വിളിക്കാനും, അവരെ ഭീഷണിപ്പെടുത്താനും തയ്യാറാകുന്നത് ആ വിദ്യാർത്ഥി മിത്രങ്ങളല്ലേ? എന്തേ അതിന്റെ കാരണം? പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പറിൽ പോലും ഈ അധ്യാപകനോടുള്ള കടമ എന്താണ്, ബാധ്യത എന്താണെന്ന് ഒരു പേപ്പറിന്റെ ഒരു മൂലയിൽ പോലും പഠിപ്പിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്റെ ഗുരുനാഥനോടുള്ള മഹത്വം അവർ വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഗേഹമാണ് മദ്രസ. അതുകൊണ്ട് ഉസ്താദുമാരെ കാണുമ്പോ നമ്മുടെ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നവരെ സ്വീകരിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്, സ്കൂളിലില്ല. സ്കൂളിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഏതെങ്കിലും പാഠപുസ്തകത്തിൽ അധ്യാപകനോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഭാര്യമാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ചിന്തിക്കണം. നമ്മൾ കുറെ മക്കളെ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത് വളർത്തി ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവൻ ക്വാളിറ്റി ഉള്ളവനായിരിക്കണം. കുറെ മക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം? 10 മക്കള്, 12 മക്കള്, 25 മക്കളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഫായിദയില്ല. കുറെ മക്കൾ ഉണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? ഇതിപ്പോ GST ഇല്ല, SGST ഇല്ല, ഭാര്യയും ഭർത്താവും ഇങ്ങനെ അവർക്ക് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കല്ല. അവർക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ, ജോലിയൊന്നും ഇല്ലല്ലോ. AC റൂമുണ്ട്, നല്ല മെത്തയുണ്ട്, വീടുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്. നമുക്കങ്ങനെ ഒരു കുട്ടിക്ക് ഒരു GST ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കുട്ടി ജനിക്കും തോറും 15,000 രൂപ GST ഉണ്ടെങ്കിൽ ആർക്കും കുഞ്ഞുണ്ടാവൂല.
ഒരു GST ഉണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും കുട്ടികളുണ്ടാവോ? ഉണ്ടാവൂല. ഇതിപ്പോ ഫ്രീ അല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഈ കുട്ടിയോടുള്ള ഉത്തരവാദിത്തമുണ്ടോ? അതെന്താണ്? ഈ വാപ്പാക്കും ഉമ്മാക്കും നമുക്ക് ഗുണമുള്ള കുട്ടിയാകണം. കുറെ മക്കള് വളർന്നിട്ട് കാര്യമില്ല. നമ്മുടെ മകൻ നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാൽ ആദരിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി സിയാറത്ത് ചെയ്യണം. من زار قبر أبويه في كل جمعة غفر له كتب برا أو كما قال رسول الله. ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികിൽ വന്നൊന്ന് സിയാറത്ത് ചെയ്താൽ, ആ ഖബറിന്റെ അരികിൽ വന്ന് നിന്നൊന്ന് പൊട്ടിക്കരഞ്ഞാൽ, തന്റെ വാപ്പാ തന്റെ ഉമ്മ ആ ഖബറിൽ കിടന്ന് മക്കളെ കാണുകയാണ്. ആ മക്കളുടെ കണ്ണുനീരിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും പൊറുക്കപ്പെടുമത്രേ. കണ്ടോ? അതെവിടെ കിട്ടുന്ന? പഠിപ്പിക്കണം, ഇൽമു പഠിപ്പിക്കണം. ഒരിക്കലും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിൽ ഒരു വ്യക്തിയെ ശിക്ഷിക്കപ്പെടുന്നതായി കാണുകയാണ്. അമ്പിയാക്കൾക്ക് ഖബറാളികളുടെ ശിക്ഷകൾ അറിയാം. ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏ സഹോദരങ്ങളെ, നിങ്ങൾ ദജ്ജാലിന്റെ ഫിത്നകളെ പോലെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുകയാണ് കേട്ടോ. പരിശുദ്ധ പ്രവാചകന് ഖബറിന്റെ ശിക്ഷ അറിയാം. ഖബറിനകത്ത് നടക്കുന്ന ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. അതുകൊണ്ടല്ലേ എല്ലാവരും പറയുന്ന ഒരു സംഭവം നമുക്ക് സുവിദിതമാണ്. അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഒരു മടല് ഒടിച്ച് ഖബറിൽ കുത്തിവെക്കുന്നത് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് നബിയേ ഈ ഖബറിന്റെ മുകളിൽ ഇത്ര പെട്ടെന്നൊരു പച്ച മടല് നിങ്ങൾ കുത്തിവെച്ചത്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകിയില്ലേ, ഇന്നഹുമാ ലയുഅദ്ദബാൻ. ആ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുകയാണ് കേട്ടോ. ഈ പച്ച വൃക്ഷം, ഈ പച്ച മരം ഈ ഖബറിന്റെ മുകളിൽ ഉള്ളിടത്തോളം സമയം ആ ഖബറാളിക്ക് പാപമോചനം തേടപ്പെടും സ്വഹാബത്തെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നമ്മളെ കൊണ്ട് ഖബറിന്റെ മുകളിൽ ഇതൊക്കെ നട്ടുവെക്കുന്നത്. ഈ ഖബറിന്റെ മുകളിലുള്ള ഈ പുല്ല്, ഈ ഖബറിന്റെ മുകളിലുള്ള ഈ ചെടി ഈ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ആ ഖബറിൽ ആ ശിക്ഷ അനുഭവിക്കുന്നത് കാണുന്നത് കൊണ്ടാണല്ലോ നബി തങ്ങൾ അങ്ങനെ ചെയ്തത്. നമുക്കൊന്നും കാണാൻ പറ്റൂല, പ്രവാചകന്മാർക്കുണ്ട്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഒരു ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് ഒരു പിതാവിനെ. അദ്ദേഹം പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ആ ഖബറാളി സ്വർഗാവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. ഉടനെ തന്നെ അല്ലാഹുവിനോട് മൂസ നബി ചോദിക്കുകയാണ്, പടച്ച റബ്ബേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഈ ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോയപ്പോ ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നതായി ഞാൻ കണ്ടു. ഞാൻ മടങ്ങി വന്ന സമയത്ത് ആ ഖബറാളി സ്വർഗസ്ഥനായി ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്തേ അതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുക്കുകയാണ്, ഈ വ്യക്തി മരണപ്പെടുന്ന സമയത്ത് അവന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പ്രസവിക്കപ്പെട്ട് ആ കുട്ടി വളർന്നു വലുതായി പരിശുദ്ധമായ മദ്രസയിലേക്ക് പോയപ്പോ അവിടുത്തെ ഉസ്താദുമാര് ചൊല്ലിക്കൊടുക്കുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, ഇഹത്തിലും പരത്തിലും സാദിക്കളായ ജനങ്ങളോട് കരുണ ചെയ്യുന്ന ഉദാരമതിയായ അല്ലാഹ്, നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന മഹത്വാക്യം ആ കുഞ്ഞുമോൻ മദ്രസയിൽ വെച്ച് ഓതിയപ്പോ
അല്ലാഹു പറയുകയാണ്, മൂസ ഞാൻ ലജ്ജിച്ചു പോയി. ഒരു പൊന്നുമോൻ, ഒരു കുഞ്ഞുമോൻ എന്റെ റഹ്മത്തിനെ കുറിച്ച്, കരുണയെ കുറിച്ച് അവൻ അല്ലാഹുവിന്റെ പേരിനോടൊപ്പം ചേർത്ത് അവൻ മഹത്വചനം പറഞ്ഞപ്പോ ഇന്നിസ്തഹയൈതു, ഞാൻ ലജ്ജിച്ചു പോയി. എങ്ങനെയാണ് ആ മയ്യത്തിനെ ഞാൻ ശിക്ഷിക്കുക? അതുകൊണ്ട് മൂസ ആ പൊന്നു പൈതലിന്റെ ഒരൊറ്റ ബിസ്മിയുടെ പേരിൽ ആ കബറാളിയോട് ഞാൻ കരുണ ചെയ്തു മൂസ. ആ കബറാളിക്ക് ഞാൻ സ്വർഗം കൊടുത്തു മൂസ. മക്കളെ പഠിപ്പിച്ചു. മക്കള് മദ്രസയിൽ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയപ്പോ വാപ്പാക്ക് കബറിൽ സന്തോഷം. ഇതാണ് മദ്രസ. വാപ്പാക്ക് കബറിൽ സന്തോഷം. വാപ്പ കുറ്റക്കാരനായിരുന്നു, വാപ്പ തെറ്റുകാരനായിരുന്നു. വാപ്പ കബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് ഈ കുഞ്ഞ് മദ്രസയിലേക്ക് പോകുന്നത്. ആ കുട്ടി മദ്രസയിലേക്ക് പോയി പഠിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉടനെ അല്ലാഹു തആല ആ കബറാളിക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയാണ്. റഹ്മാനാൻ റഹീം. മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാതിരുന്നാൽ എന്ത് ഗുണം? മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാതിരുന്നാൽ എന്ത് ഗുണം? മദ്രസയിൽ മക്കളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി ഉമ്മാര് ഉപ്പാര് അവരുടെ മഹത്വം എന്ത്, അവരുടെ വില എന്ത് എന്ന് മക്കൾ പഠിക്കണം. അത് പഠിപ്പിക്കുന്ന ഗേഹമാണ് മദ്രസ. അത് പള്ളിക്കൂടത്തിൽ പോയാൽ കിട്ടൂല. പള്ളിക്കൂടത്തിൽ പോയാൽ ഭൂമിയുടെ അളവെടുക്കാനും ചന്ദ്രന്റെ അളവെടുക്കാനും ഉൽക്കകളുടെ അളവെടുക്കാനും താരാപഥങ്ങളുടെ അളവെടുക്കാനും ക്ഷീരപഥത്തിന്റെ അളവെടുക്കാനും ആകാശത്തിന്റെ വ്യാസം അളക്കാനും വെയിലിന്റെ അളവ് പരിശോധിക്കാനും ഇതൊക്കെ തന്നെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. ഇതൊന്നുമല്ല ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നത്. ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നത് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച മക്കൾ ഇങ്ങോട്ട് മാറുന്നില്ലേ? അനന്താ മറുപടി പറയാ? അനന്താ മറുപടി പറയാ? ഈ മക്കള് നാളെ പിഴച്ചു പോയാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കുമാണ്. ഇനി ഞാൻ പറയുന്ന ഒന്ന് രണ്ട് ഹദീസ് നല്ലപോലെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. ഈ മക്കള് നാളെ കഞ്ചാവ് അടിച്ചാൽ, ഈ മക്കള് നാളെ വ്യഭിചരിച്ചാൽ, ഈ മക്കള് നാളെ അനാവശ്യമായി അള്ളാഹുവിന് നിരക്കാത്ത നിലയിലുള്ള പ്രവൃത്തി ചെയ്താൽ, പള്ളിയുമായി മദ്രസയുമായി നമസ്കാരവുമായി ബന്ധമില്ലാതെ പ്രായപൂർത്തിയെത്തിയ ആൺ പെൺമക്കൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഗതികേട്, നമസ്കാരത്തിന്റെ സമയമായിട്ടും നമസ്കരിക്കാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന ഉമ്മയ്ക്കും ഈ ഇരിക്കുന്ന ഉപ്പക്കുമാണ്, മക്കൾക്കല്ല. കാരണം എന്താ? എന്താണ് നിസ്കാരം എന്ന് പഠിപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? മക്കളുടെ ജോലിയല്ല, ഉമ്മാൻപ്പാന്റെ ജോലിയാണ്. ആദ്യത്തെ അധ്യാപകൻ ആരാണ്? മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദാണോ? മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാണോ ആദ്യത്തെ അധ്യാപകൻ? ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഈ ആ ഉമ്മമാരും ഈ ഉപ്പമാരും നല്ലപോലെ മനസ്സിലാക്കണം. സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണേ. സമയം വേസ്റ്റ് ആക്കല്ലേ. 10 മണിയായി പോയി, അരമണിക്കൂറും കൂടെ ഉള്ളു സമയം. എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരണം. നല്ലപോലെ ശ്രദ്ധിച്ചോണം. അവിടെയൊക്കെ ഇരിക്കുന്ന, അവിടെയൊക്കെ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നതിന് അവിടെയൊക്കെ ഇരുന്നതൊന്ന് കേൾക്ക്. വിഷയം വെറുതെ സംസാരിക്കാതെ അകപ്പെടുന്നൊരു ദിവസം കൂടെ ഉള്ളു പറയുന്നത്. ഈ മക്കളെ നന്നാക്കണം. ഈ ചുമ്മാ കൈക്കും പിടിച്ചുണ്ടോ ഈ പാലും കൊടുത്ത് നെപ്പിളും എടുത്ത് വായിൽ വെച്ച് കൊടുത്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഒരുക്കി കൊണ്ട് നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് നിനക്ക് ആഖിറത്തിൽ ഗുണം ഉണ്ടാവണമെങ്കിലുള്ള വഴിയെ പറഞ്ഞത് നല്ലപോലെ കേട്ടോളി. വെറുതെ ഇങ്ങനെ മക്കൾ ഇങ്ങനെ ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ പോയി കറങ്ങി നടന്നിട്ടൊന്നും കുറെ ടിവിയും കണ്ട് സിനിമയും കണ്ട് കൊച്ചു ടിവിയും കണ്ടിട്ട് ഇങ്ങനെ ഒന്നും കറങ്ങി നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് പുണ്യമൊന്നുമില്ല. ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മറുപടി പറഞ്ഞുതരാം. വെറുതെ പായസയും സേമിയയും കുടിച്ചിട്ട് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഇതാ കേട്ടോളി, നാളെ ആഖിറത്തിൽ പോകുമ്പോൾ ഗുണപ്പെടാനാണ്. വാ, ചുമ്മാ അവിൽ മിൽക്ക് അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഇതാ ഇത് കേട്ടോളി. ആഖിറത്തിൽ ഗുണപ്പെടണമെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞുതരാം. ആഖിറത്തിൽ അവിൽ മിൽക്ക് കിട്ടണോ? ആ പറഞ്ഞുതരാം, കേട്ടോളി. ഇല്ലെങ്കിൽ ഉപ്പാക്ക് അല്ലാഹു തആല അവിടുത്തെ അവിൽ മിൽക്ക് വരും, നല്ല സൂപ്പർ ആയിരിക്കും. കൽമുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഇവിടെ ഇപ്പോൾ അവിൽ മിൽക്കും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നാളെ അവിടെയും കിട്ടുന്ന ഒരു സൈസ് അവിൽ മിൽക്കിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല. അതൊക്കെ പേടിച്ചാൽ ചിലപ്പോൾ അറ്റാക്ക് വല്ലതും വന്നു പോകും. കുടിക്കുന്ന സാധനം നാളെ ആഖിറത്തിൽ കുടിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു പെങ്ങളെ, പൊന്നു സഹോദരങ്ങളെ, ഒന്ന് കേൾക്ക് ഞാൻ ഈ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ നമ്മളെ സഹായിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകനല്ലേ. നാളെ മഹ്ശറ വൻസഭയിൽ ഒരാൾ പോലും നമ്മെ സ്വീകരിക്കാനില്ല കേട്ടോ. നാളെ നമ്മുടെ തലയ്ക്ക് മീതെ ഗർജിച്ച് നിൽക്കുന്ന ആ സൂര്യന്റെ ആഘാതത്താൽ നമ്മൾ ഉരുകി ഉരുകി തകർന്നു കൊണ്ടിരിക്കുമ്പോ നഫ്സി നഫ്സി, എന്റെ ആത്മാവേ എന്റെ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ ഓർക്കണേ, എന്ന് എല്ലാവരും ആത്മാവേ പോ ആത്മാവേ പോ എന്ന് വിളിക്കുമ്പോ നാളെ ആഖിറത്തിൽ എന്റെ ആത്മാവേ വാ എന്റെ ആത്മാവേ വാ എന്ന് വിളിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നാളെ ആഖിറത്തിൽ നമുക്കുള്ളതെങ്കിൽ ഓർത്തുകൊള്ളുക, ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മളെ നാളെ രക്ഷിക്കാനുള്ളത്. വേറെ ആരുമില്ല കേട്ടോ. ആ ഹബീബായ തങ്ങളാണ് ഷാഫിഈ മുശഫ്ഫഅ. ആദരവായ റസൂലുള്ളാഹി നമുക്ക് ശഫാഅത്ത് നൽകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയെ ജീവിച്ച് മരിച്ചവർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, മോളെ ഫാത്തിമ, ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, എന്റെ കരളിന്റെ കഷണമാണ് ഫാത്തിമ. ഫാത്തിമ എന്റെ കരളിന്റെ കാതലാണെന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, പൊന്നുമോളെ ഫാത്തിമ, അല്ലാഹുവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഫാത്തിമ, പടച്ചവനെ ഭയപ്പെടണേ മോളെ ഫാത്തിമ. അതിൽ വല്ല കുറവുകൾ സംഭവിച്ചു പോയാൽ ഈ ഉപ്പ പരിഹരിക്കാം, പക്ഷേ മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പറ്റൂല കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറയുകയാ, യാ അഹ്ല ഖുറൈശ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, യാ മഅ്ശറ ഖുറൈശ്, ഏ ഖുറൈശി ഗോത്രമേ, ഖുറൈശി സമൂഹമേ, അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണമേ. ഇതേ നാവ് കൊണ്ട് തന്നെയാ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞത്. ആവിയിലെ മുസ്ലിം സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ സമർപ്പിക്കുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വൈലുല്ലി ഔലാദി ആദമ മിൻ ആബാഇഹിം ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ ഫയൻശഊന ജുഹാലാ وأنا بريء من هؤلاء كما قال حبيبنا شفيعنا رسول الله. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം മാതാപിതാക്കളെ, ആദമിന്റെ സന്താനങ്ങളിൽപ്പെട്ട ചില മാതാപിതാക്കൾക്ക് നരകമാണ് നരകമാണ് നരകമാണ്. റിസാലത്തിന്റെ നുബുവത്താണ് പറയുന്നത്. ഓർത്തോ, ഒരിക്കൽ പോലും കളവെന്തെന്നോ അസത്യമെന്തെന്നോ വഞ്ചന എന്തെന്നോ ചതി എന്തെന്നോ ചിന്തിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത ലോകത്തിന്റെ കെടാവിളക്കായ വിപ്ലവത്തിന്റെ നായകനായ ആത്മാഭിമാനം ലോകത്തെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത സംസ്കാര സമ്പന്നനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുല്ലി ഔലാദി ആദമ മിൻ ആബായിഹിം, ഒരു വിഭാഗം മാതാപിതാക്കൾക്ക് നരകമാണ് നരകമാണ്. എന്തേ കാരണമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പൊന്നുമ്മമാരെ, ഉപ്പമാരെ, അബൂബക്കറിന്റെ വാക്കല്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു
പറഞ്ഞു കൊടുക്കുകയാ. എന്തിന്റെ പേരിലാണ് മാതാപിതാക്കൾ നരകത്തിൽ പോകുന്നത്? ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ ഫയൻഷഊന ജുഹാലാ. പരിശുദ്ധമായ ഖുർആൻ എന്തെന്ന് ഈ മാതാപിതാക്കൾ ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ് മാതാപിതാക്കൾ നരകത്തിൽ പോകാനുള്ള കാരണം എന്തേ? ലാ യുഅല്ലിമൂനൽ ഖുർആൻ. ഖുർആൻ എന്തെന്ന് ഈ മക്കളെ ഈ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോളി, നല്ലപോലെ അതീതാണ്, നല്ലപോലെ ശ്രദ്ധിച്ചോളി. നാളെ സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്ന ഏതെങ്കിലും ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ മുന്നിലുണ്ട്, പിടിച്ചോളി. വാപ്പയും ഉമ്മയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ലാ യുഅല്ലിമൂനൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹ് നാളെ മക്കൾ നമുക്കെതിരെ ദുആ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ നല്ലപോലെ കേട്ടോളി, നല്ലപോലെ കേട്ടോളി. വൽ ഫർള വൽ അദബ. സംസ്കാരം എന്ത്, മര്യാദ എന്ത്, ഇസ്ലാമിന്റെ നിർബന്ധമായ ബാധ്യതകൾ എന്ത്, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് എന്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. പാപ്പാക്കുമ്മാക്കെതിരെ മക്കൾ നാളെ തിരിയുന്ന രംഗാണിത്, ശ്രദ്ധിച്ചോളി. ഇന്നിങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുനടക്കാം മോനെ, ചക്കര പൊന്നെ തങ്കക്കുടവെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുനടക്കാണ്. ഇഷ്ടമുള്ള ഐസ്ക്രീം, ഏത് ഐസ്ക്രീം, ഏത് സൈസ് വേണം, എന്ത് വേണം, എന്ത് പൊരി വേണം, എന്ത് ഉണ്ടം പൊരി വേണം, എന്ത് വട വേണം, എന്താ വെൽമിൽക്ക് വേണം, എവിടേക്ക് പോകണം, അവിടെ കറങ്ങണം, ഇവിടെ കറങ്ങണം, ഊഞ്ഞാൽ മോളിക്കറ്റ് താഴെ കൊണ്ടുവന്ന് ബർസഖിൽ നിന്ന് ആലമുൽ അർവാഹ് കറക്കിട്ട് ബർസഖിലേക്ക് ആലമുൽ അർഹാമിലേക്ക് എല്ലാം കൊണ്ട് കറക്കി കറക്കി കൊണ്ടുവരാനൊക്കെ പൈസ കൊടുത്തിട്ട് എല്ലാത്തിലും സൂപ്പറാക്കി കൊണ്ടുവയ്ക്കും. ഇവിടെ എല്ലാം ഓക്കെ ആയി മക്കൾക്ക് വേണ്ടി. ആഖിറത്തിൽ ചെല്ലുമ്പോ എന്തുണ്ട്? ഇതേപോലെ ഇട്ട് കറക്കുവല്ല, ഇതേപോലെ ഇട്ട് നാളെ അവിടെ കറക്കും. പക്ഷെ ഈ വീഗാലാൻഡിലെ കറക്കല്ല അത് വേറെ കറക്കൊക്കെ വേണം. അപ്പോഴാണ് വാപ്പ പറയുന്നത്, പടച്ചവനെ ഈ മക്കൾ നമുക്കെതിരാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കേട്ടോ, ഞാൻ ആയത്ത് പറഞ്ഞുതരാം. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. വിശ്വസിക്കാൻ കഴിയുമോ? ഖുർആനാണ് ഈ ഓതിയത്. ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സാ. എനിക്ക് എന്തെങ്കിലും വായാടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് പോകാൻ പറ്റൂല. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താണ് ഞാൻ ഈ ഓതിയത്. നാളെ ഈ മക്കള് നമുക്കെതിരെ അള്ളാന്റെ കോടതിയിൽ വന്ന് പറയുന്ന ഈ ഒരു രംഗം നീ ഒന്ന് ഓർക്കണേ. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിച്ച് കൊല്ലുന്ന ഉമ്മ ഉപ്പ ഒന്നോർക്കണേ. അവർക്ക് ഖുർആൻ എന്താ, ദീനെന്താ, ഇസ്ലാം എന്താ, ശരീഅത്ത് എന്താ, നമസ്കാരമോ ദീനീ വിദ്യാഭ്യാസമോ ഒന്നും കൊടുക്കാതെ അവർ പിഴച്ച് നശിച്ചു പോയ ഈ മക്കൾ നാളെ അള്ളാന്റെ കോടതിയിൽ വന്ന് തന്റെ ഉമ്മയെ ഉപ്പയെ പിടിച്ചിട്ട് പറയുകയാണ്, കഴുത്തിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അള്ളാന്റെ കോടതിയിൽ നിർത്തിയിട്ട് ഈ മക്കള് അള്ളാഹുവിനോട് പറയുകയാ. ഒന്നുകൂടെ ആയത്ത് ഞാൻ ഓതിത്തരാൻ കേട്ടോ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനല്ലദൈനി അളല്ലാനാ, ഞങ്ങളെ പിഴപ്പിച്ച മാതാപിതാക്കളെ ഒന്നിങ്ങോട്ടേക്ക് കൊണ്ടുവാ. നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളുടെ കാലുകൊണ്ട് അവരെ ഒന്ന് ചവിട്ടട്ടെ അല്ലാ, അവരെ ഒന്ന് മലർത്തി നീ കിടത്തണേ അല്ലാ. ഈ മഹ്ശറയിലെ കൊടുംചൂട് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ഈ ചുട്ടുപൊള്ളുന്ന ഞങ്ങളുടെ പാദം ഉരുകുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഉപ്പയാണ്, ഉമ്മയാണ് അല്ലാ. എന്താണ് ദീനെന്നും എന്താണ് ഇസ്ലാമെന്നും എന്താണ് നമസ്കാരമെന്നും ഖുർആൻ ഏതാണെന്നും ശരീഅത്ത് പഠിപ്പിക്കാതെ ഭൗതിക
ഭൗതികം പഠിപ്പിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും അവരെ ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരണേ പടച്ചവരെ. അല്ലല്ലാനാ അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചതല്ലാ. നജ്അൽഹുമാ തഹത അഖ്ദാമിനാ അവരുടെ നെഞ്ചിൽ ഞങ്ങളൊന്ന് ചവിട്ടട്ടെ. വാപ്പ ഉമ്മ ഞങ്ങളുടെ മലർത്തി കിടത്തവരെ അവരുടെ മുകളിൽ ഞങ്ങളൊന്ന് കയറി നിൽക്കട്ടെ. പരിശുദ്ധമായ മഹ്ശറയെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു തരാത്ത ഞങ്ങളുടെ ഉപ്പ ഉമ്മ അവരെ ഒന്ന് ഇറക്കി നിർത്ത്, ഒന്ന് ചവിട്ടട്ടെ അല്ലാ, ചവിട്ടട്ടെ അല്ലാ. വാപ്പയെ ഉമ്മയെ നെഞ്ചിൽ ചവിട്ടാൻ ഈ വിവരമില്ലാത്ത മക്കൾ തയ്യാറായി നിൽക്കുകയാണ്. ആഖിറത്തിൽ മഹ്ശറിൽ തീർന്നില്ല, അടുത്ത ദുആ കേൾക്കണോ? റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹ് പടച്ചവനെ, രക്ഷിതാവായ അല്ലാഹ് ഞങ്ങളെ പിഴപ്പിച്ച് വഴികേടിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളുടെ ഉപ്പയാണ്, ഉമ്മയാണ് അല്ലാഹ്. അവരെ ഞങ്ങളുടെ നേതാക്കളായി ഞങ്ങൾ അനുസരിച്ചു പോയി പടച്ചവരെ. അവര് ഞങ്ങളെ വഴികേടിലേക്കാക്കി അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ പിഴയ്ക്കാൻ കാരണം ഞങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ് പടച്ചവനെ. അതുകൊണ്ട് റബ്ബനാ ഫആതിഹിം ളിഅഫൈനി മിനൽ അദാബ് ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണേ അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ അവരെ നീ ശക്തമായി ശപിക്കണേ അല്ലാഹ്. ഖുർആൻ ആർക്കെതിരെയുള്ള ദുആയ? വാപ്പാക്കും ഉമ്മാക്കും എതിരെ. അവിൽ മിൽക്കും ഐസ്ക്രീമും ഒക്കെ മേടിച്ചോട്, എല്ലാം മേടിച്ചോട്, കളിപ്പാട്ടം മേടിച്ചോട്, ചെണ്ട വാങ്ങിക്കോട്, ബൈക്ക് വാങ്ങിക്കോട്, 2 ലക്ഷം 5 ലക്ഷത്തിന്റെ ഒക്കെ ബൈക്ക് വാങ്ങിക്കോട്, ഫെറാറി കാർ വാങ്ങിക്കോട്ടെ. അവൻ നടിച്ചിട്ട് പോട്ടെ, അവൻ ഇങ്ങനെ പോട്ടെ. ഇടയ്ക്കൊരു 4 സിലിണ്ടർ വെച്ചിട്ട് അവൻ പോട്ടെ, അവൻ പറപ്പിച്ചിട്ട് പോട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാം നീ വാങ്ങിക്കോട്. 1.5 ലക്ഷത്തിന്റെ മൊബൈൽ വാങ്ങിക്കോട്, കളിക്കട്ടെ. പെൺമക്കളെല്ലാം കളിക്കട്ടെ. എന്താണ് ദീൻ, എന്താണ് ഖുർആൻ, എന്താണ് ഇസ്ലാം, എന്താണ് ശരീഅത്ത് വാപ്പയും പഠിപ്പിച്ചിട്ടില്ല, ഉമ്മയും പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ പേര് എന്താ സംഭവിച്ചത്? നാളെ ആഖിറത്തില് ഈ മക്കളെ നരകത്തിലേക്ക് അള്ളാഹു ഓർഡർ ചെയ്യുമ്പോ നേരെ പിടിക്കുന്നു. ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ പടച്ചവനെ. ഞങ്ങളൊന്ന് ചവിട്ടി നിൽക്കട്ടെ അവരുടെ മുഖത്ത്. അത്തരത്തിൽപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളായി അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ നാഥാ. സാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വാർത്തെടുക്കണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്തോ. മാതാപിതാക്കൾ ദുആ ചെയ്തോ. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്തോ. പ്രായപൂർത്തിയായ ആൺ പെൺമക്കൾ വീട്ടിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അവരെ നമസ്കരിപ്പിക്കാൻ പ്രചോദനം കൊടുക്കേണ്ടത് ആരാണ്? വാപ്പ ഉമ്മ. പെൺമക്കൾ രാവിലെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അവരെ നമസ്കരിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കേണ്ടത് ഉമ്മ. വാപ്പ പള്ളിക്ക് പോകുമ്പോ വാപ്പയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വാപ്പയുടെ കൂട്ടത്തിൽ മകനെയും കൂട്ടിയിട്ട് പ്രായപൂർത്തിയായ മകൻ പുരയിൽ കിടന്ന് സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവനെയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടത് വാപ്പാന്റെ ബാധ്യത. കൊണ്ടുപോയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ വാപ്പാക്കെതിരെ ഈ മക്കൾ നാളെ ആഖിറത്തിൽ പറയും, പടച്ചവനെ ആ ഉറങ്ങുന്ന സമയത്ത് എന്റെ ഉപ്പ പള്ളിക്ക് പോയിട്ടുണ്ട്, പക്ഷെ എന്നെ ഉപ്പ വിളിച്ചിട്ടേ ഇല്ല, ആണ് ഞാനല്ല കുറ്റക്കാരൻ. ഖുർആൻ എന്താന്ന് എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല, അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ. അതുകൊണ്ട് എന്റെ ഉപ്പയെ നീ പിടിച്ചോ അല്ലാ, ഞാനല്ല കുറ്റക്കാരൻ. തീർന്നില്ലേ? നമ്മളൊക്കെ 4 മണിക്ക് എഴുന്നേറ്റ് പള്ളിക്ക് പോകും.
4 മണി 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ടോർച്ച് ഓടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പള്ളിക്ക് പോകും. മക്കള് നല്ല ഉറക്കം, റാഹത്തടക്കം. കല്യാണത്തിന് മകൾക്ക് നല്ല അറയുണ്ടാക്കി കൊടുത്ത്, ഇത്രയും വലിയ വണ്ണത്തിൽ മെത്തയുണ്ടാക്കി, സ്പ്രിങ് മെത്ത ഉണ്ടാക്കി കൊടുത്ത്, എസിയും വെച്ച് അടിപൊളിയായിട്ട് റാഹത്തായിട്ട് രണ്ടുപേരും നല്ല ഉറങ്ങുമ്പോ സുബഹിക്ക് അമ്മാവൻ പള്ളിക്ക് പോകും, അമ്മോശൻ പള്ളിക്ക് പോകും. മരുമോൻ മോളോടൊപ്പം റൂമിൽ കിടന്ന് ഉറങ്ങാണ്. സുബഹിക്ക് വിളിച്ചു കൂട്ടിയിട്ട് പള്ളി കൊണ്ടുപോകണ്ടേ? ആരുടെ ബാധ്യതയാണ്? ആരുടെ ബാധ്യതയാണ്? മകളെ വിളിച്ച് ഉണർത്തി എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിക്കേണ്ട ആരുടെ ബാധ്യതയാണ്? നമ്മൾ വിളിക്കൂല. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് അല്ലേ, കിടന്ന് റാഹത്തായിട്ടല്ല പാങ്ങൽ അവർ ഉറങ്ങട്ടെ. അത് പാങ്ങൽ ഉറക്കല്ലാത്, അത് പിശാചിന്റെ ഉറക്കമാണത്. സുബഹി നമസ്കരിക്കാൻ എഴുന്നേക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ റാഹത്ത്. ആദ്യത്തെ ദിവസത്തിൽ നമുക്ക് സുബഹി നമസ്കരിക്കാൻ ആദ്യ രാത്രി കഴിഞ്ഞ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി അല്ലാഹ് ഞങ്ങളുടെ ഇന്നലത്തെ പ്രവർത്തനം നീ കബൂലാക്കിയിട്ട് അതിലൂടെ ഒരു സ്വാലിഹായ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകി, ആഖിറത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഒരു നല്ല കുട്ടിയെ തരണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നേരെ പള്ളിയിലേക്ക് പോകുന്ന ഒരു പുതുമണവാളൻ, മാഷാ അല്ലാഹ്, പുതുമണവാട്ടി ആ മണിയറയിൽ തന്നെ സുബഹി നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, എന്റെ ഇച്ഛാക്ക് നീ ആഫിയത്ത് കൊടുക്കണം, ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം. അദ്ദേഹം പള്ളിയിൽ പെട്ട് ദുആർക്കുന്നു, അല്ലാഹു എന്റെ ഭാര്യക്ക് നീ ആഫിയത്ത് ആരോഗ്യം കൊടുക്കണം, ഞങ്ങളുടെ കുടുംബ ജീവിതം നീ സന്തോഷത്തിലും ബർക്കത്തിലും എത്തിച്ചു തരണം. നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്, ആ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത. ഇന്നെവിടെ സുബഹി നിസ്കാരം എവിടെ? എന്തിനാണ് ഞാനപ്പോ ഇത് പറഞ്ഞു വരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മദ്രസ ഉണ്ടാക്കിയിട്ട് ഒരേ ഒരു വാക്കാ പറഞ്ഞത്, റബ്ബനാ ലിയുഖീമുസ്സലാ, നമസ്കാരം അവർ നിലനിർത്താനാണ് അല്ലാഹ് ഞാൻ ഈ കുടുംബത്തെ നിന്റെ പള്ളിയിൽ നിക്ഷേപിച്ചത് റബ്ബേ. അതിനാണ് അവിടെ പള്ളിയിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത്, അല്ലാണ്ട് പള്ളിയിൽ പോകാൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തെന്താ? നമസ്കാരത്തിൽ പോലും നമ്മൾ അത്തഹിയ്യാത്തിൽ ചെയ്യുന്ന ദുആയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. നമസ്കാരത്തിൽ ദുആ അല്ലാഹു തട്ടിക്കളയില്ല കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരികയാ എങ്ങനെയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്ന്. അത്തഹിയ്യാത്തിൽ നമ്മൾ ഓതുന്ന ദുആയാണ്. ഓർക്കണേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ദുആയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് കേട്ടോ. പരിശുദ്ധമായ മദ്രസ പണിത് പൂർത്തിയാക്കിയിട്ട് അതിന് 10,000-ങ്ങളും ലക്ഷങ്ങളും നമ്മൾ ചെലവഴിച്ചവരാണ്, അല്ലാഹ് സ്വീകരിക്കട്ടെ. പക്ഷേ നമ്മുടെ മക്കളെയും ചെറുമക്കളെയും ആ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിക്കാതെ നമ്മളെങ്ങാനും മരിച്ചു പോയാൽ ആഖിറത്തിൽ അതിന് മറുപടി പറയാതെ നമ്മുടെ പാദങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ഈ മഹനീയമായ മജ്‌ലിസിൽ വെച്ച് ഓർക്കണേ, മറന്നു പോകരുതേ. കാരണം എന്തെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആയാണ്. എന്താണ് ആ ദുആ? ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞു തരാം. റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചവനെ എന്നെ നീ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്. അതായത് വെറുതെ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ റമളാൻ മാസത്തിലോ നമസ്കരിക്കുന്നവനാക്കണമെന്നല്ല. പടച്ച റബ്ബേ, സ്ഥിരമായി നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവനായി എന്നെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിർത്തിയില്ല ഇബ്രാഹിം നബി, തൊട്ടടുത്ത് പറയുകയാണ്, വമിൻ ദുർരിയതി, എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. കണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ദുആയാണ്, വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ദുആയാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ട ദുആയാണ് മക്കൾക്ക് വേണ്ടി. അല്ലാഹ് എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം, എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവനാകണം. ആദ്യം ഞാൻ ഓതിയ 5 ദുആയിലെ രണ്ടാമത്തെ ദുആ എന്തെന്നറിയോ? റബ്ബനാ വജ്അൽനാ
മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. അല്ലാഹ് ഞങ്ങളെയും എന്നെയും എൻ്റെ സന്താനങ്ങളെയും എൻ്റെ സന്താന പരമ്പരകളെയും നിന്നെ അനുസരിക്കുന്ന, നിന്നെ കീഴ്വണങ്ങുന്ന, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന, നിന്റെ ശരീഅത്തിനെ അംഗീകരിക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആ എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഈ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചല്ല നമുക്ക് വേണ്ടത്, ആഖിറത്തിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ സുഖലോലുപരായി ജീവിക്കാൻ ഈ മക്കളെ നമുക്ക് വേണം. ഇന്ന് നമ്മളെ മക്കളെ കൂടെ വാതിൽ കൊണ്ടുവരുന്നു, പള്ളിയിൽ കൊണ്ടുപോകുന്നു, വിനോദസഞ്ചാര മേഖലകളിൽ കൊണ്ടുപോകുന്നു, ഇന്നോവയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നു, വളരെ സന്തോഷത്തോടു കൂടി വാരി പുണരുന്നു. സ്കൂളിൽ LKG UKGയിലൊക്കെ ഉപ്പ ഉമ്മ അടക്കം പോകുന്നു. കുട്ടി തിരിച്ചു വരുന്നവരെ അവിടെ കാത്തിരിക്കുന്നു. ഈ സ്നേഹ വാത്സല്യം ഇവിടെ വെച്ച് തീർക്കാനുള്ളതല്ല, സ്വർഗത്തിലും ഇതേ മക്കളെ നമുക്ക് കിട്ടണം. അതിനാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്. ആ ദുആ ആണ് നമ്മളും ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. നിങ്ങൾ വിചാരിക്കും കുറെ കെട്ടിടങ്ങൾ കെട്ടിയുണ്ടാക്കി പൈസ പിരിച്ചിട്ട് ഇതുകൊണ്ടെന്താ ശരി ഉസ്താദിന് ഗുണം, ഇതുകൊണ്ടെന്താ ആവിയിലെ മക്കൾക്ക് ഗുണം, ഇതുകൊണ്ടെന്താ പ്രയോജനം നമുക്ക്? ഈ മക്കൾ നാളെ ഖുർആൻ പഠിച്ചാൽ അതിന്റെ റഹ്മത്തും അതിന്റെ ബർക്കത്തും അതിന്റെ നിഅമത്തും ആർക്കാണ്? ഈ ഇരിക്കുന്ന വാപ്പാക്കും ഇരിക്കുന്ന ഉമ്മാക്കുമാണ്. പഠിക്കാതെ എങ്ങാനും മരിച്ചുപോയാൽ ഈ ഉമ്മാക്കും ഉപ്പാക്കും സ്വസ്ഥമായിട്ട് കബറി കിടക്കാൻ പറ്റൂല, കബറി കിടക്കാൻ പറ്റൂല. അതിനാണ് പഠിപ്പിക്കുന്നത്, അതിനാണ് മദ്രസ. അല്ല ഉസ്താദന്മാരുടെ വയറ്റിപ്പിഴപ്പിനല്ല, ഉസ്താദന്മാരുടെ ചെലവിനല്ല. നിങ്ങളുടെ മക്കൾ സ്വർഗത്തിന്റെ മക്കളായി മാറാൻ ഇബ്രാഹിം നബിയുടെ ദുആ ആയിരുന്നു. ആ ദുആയാണ് നബിതങ്ങൾ ദുആ ചെയ്തത്, തന്റെ മക്കൾ നന്നാവാൻ വേണ്ടി. എല്ലാ പ്രവാചകന്മാരുടെയും ദുആയിൽ തന്റെ മക്കളെയും ചേർത്തുകൊണ്ടാണ് അവർ ദുആ ചെയ്തത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഓരോരുത്തരും ദുആ ചെയ്തത്, എൻ്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന സന്താനമാക്കണേ അല്ലാ, ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ദുനിയാവിൽ മാത്രം വാപ്പാക്ക് ചെലവിന് കൊടുക്കുന്ന മക്കളായിട്ട് കാര്യമില്ല. വാപ്പാടെ കണ്ണടഞ്ഞ് ആവി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഉപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ട് വർഷങ്ങൾ 10 കഴിഞ്ഞാലും മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ആ വാപ്പാന്റെ ഖബറിന്റെ അരികിൽ പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയും ആ വാപ്പാന്റെ ഖബറിന് വേണ്ടി സദഖകൾ ചെയ്യുകയും ചെയ്യുന്ന മക്കളെയാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വേണ്ടത്. അല്ലാതെ കുറെ കള്ളു കുടിക്കുന്ന, കുറെ മദ്യപിക്കുന്ന മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം കുഞ്ഞുമക്കളെ പോലും ബലാത്സംഗം ചെയ്യുകയും നിഷ്ഠൂരമായി വധിച്ചു കളയുകയും ചെയ്യുന്ന ഒരു നെറികേടിലേക്ക് ലോകം കുതിച്ചുയരുമ്പോ വാപ്പായും ഉമ്മായും വാർദ്ധക്യ സഹജമായ സാഹചര്യത്തില് വീട്ടിൽ കിടന്നുകൊണ്ടാണ് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമ്പോ ഈ മകന്റെ അവന്റെ കൈ കൊണ്ട് ഒരു ഗ്ലൗസ് പോലും ഇടാതെ തന്റെ വാപ്പാന്റെ ഉമ്മാന്റെ കാഷ്ടവും മൂത്രവും കോരിയെടുത്ത് കഴുകി ശുദ്ധിയാക്കി കുളിപ്പിച്ചിട്ട് ആ ഉമ്മാന്റെ ഉപ്പാന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്ന ഒരു സ്വാലിഹായ പൊന്നുമോനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അത് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഗേഹമാണ് മദ്രസ. മനസ്സിലായോ? 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 അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള സാലിഹായ മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ എല്ലാവരും ബക്കറ്റിൽ പൈസ ഇടും. സാലിഹ്യങ്ങളായ മക്കളെ കിട്ടാൻ വല്ല മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്നത് തീർന്നിട്ടില്ല. വല്ല മനസ്സിലാവുന്നുണ്ടോ? മക്കളെ പഠിപ്പിച്ച ഗുണമുണ്ട്, ആഖിറത്തി ഗുണം. ഇവിടുത്തെ കാര്യമൊന്നുമില്ല. ഇവിടെ IAS കാരനായാലും IPS കാരനൊന്നും വലിയ കാര്യമൊന്നുമില്ല.
ഓനെ പഠിപ്പിച്ച് കുറെ ദുബായിൽ കൊണ്ടുണ്ടാക്കി കുറെ കാശുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് കല്ലീവല്ലി. നാളെ മരിച്ച് കബറിന്റെ അകത്ത് 6 അടി മണ്ണിനകത്തേക്ക് പോയി അവിടെ വാപ്പ ഉമ്മ ഒറ്റയ്ക്ക് കിടക്കുമ്പോ അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് കരയാൻ ഒരു മോനുണ്ടോ ഒരു മോളുണ്ടോ? വാപ്പ സുഖമില്ലാതെ ഉമ്മ സുഖമില്ലാതെ വാർദ്ധക്യ സഹജമായി കിടക്കുമ്പോ ആ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കാൻ ഒരു മോനുണ്ടോ? ഇനി കബർ കൊടുത്ത് എന്താക്കാനാ? അങ്ങനെയാ? ഇന്നലെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ. ഇന്നലെ എന്താ കൊടുക്കാത്ത? ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ആ കുട്ടികൾ എന്താ ഇത്രയും വലിയ ശബ്ദം? പാവമക്കൾ, അവർക്കൊന്നും അറിയില്ല. ഇതൊക്കെ പഠിപ്പിക്കണം. ഒരു കവറും തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കള് സാലിപ്പോ പറഞ്ഞു കേട്ടോ, എങ്ങും തീർന്നിട്ടില്ല. ഇനി അടുത്ത ഓരോ ഞാൻ വെടി പൊട്ടിച്ചുണ്ടല്ലോ. നിങ്ങളൊന്ന് നാളെ മുതൽ നിങ്ങളുടെ കുട്ടികളെ ഒന്നും സ്കൂളിൽ വിടൂല, മദ്രസയിലേ വിടുള്ളൂ. അടുത്ത ഞാൻ വെടി പൊട്ടിച്ചാൽ. നമുക്ക് കുറച്ച് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടി ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടി ഒന്നുമില്ല. അവൻ എന്തുകൊണ്ട് അവൻ തമ്മാടിയായി? എന്തുകൊണ്ട് അവൻ മദ്യപാനിയായി? എന്തുകൊണ്ട് മയക്കുമരുന്ന് കഴിക്കുന്നവനായി മാറി? എന്തേ കാരണം? ഈ മയക്കുമരുന്ന് ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന മദ്രസയിൽ അവനെ പഠിപ്പിച്ച് അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ ഈ ഉമ്മ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മദ്രസയിലെ ആദ്യത്തെ ഉസ്താദ് ഉമ്മ. മദ്രസയിലെ ആദ്യത്തെ ഉസ്താദ് ഉമ്മ, രണ്ടാമത്തെ ഉസ്താദ് ഉപ്പ, മൂന്നാമത്തെ ഉസ്താദ് യമാനി. മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയാ. സ്വർഗ്ഗത്തിന്റെ മണം ആസ്വദിക്കാൻ പറ്റില്ല വാപ്പ ഉമ്മ. അതാ കേട്ടോ അടുത്ത ഹദീസ്. മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഈയാ ഫലം യുഹിത്ഹാ ബിനുസഹിഹി ഇല്ലാ ലം യുരിഹ് റൈഹത്തൽ ജന്ന. തന്റെ കസ്റ്റഡിയിലുള്ള തന്റെ മക്കൾക്ക് സതുപദേശം നൽകാത്തതിന്റെ പേരിൽ അവരെങ്ങാനും പിഴച്ചു പോയാൽ, എന്റെ ഉമ്മമാരെ ഉപ്പമാരെ, ഇല്ലാ ലം യുരിഹ് റൈഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ ആ മാതാപിതാക്കൾക്ക് സാധ്യമല്ല കേട്ടോ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് പറഞ്ഞു വന്നതിന്റെ ആശയം. മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ പ്രശ്നങ്ങളാണിത്. മാതാപിതാക്കൾ വേണ്ടവണ്ണം ഉപദേശിക്കാത്തതിന്റെ പേരിൽ നാളെ അള്ളാന്റെ കോടതിയിൽ വാപ്പ ഉമ്മ നിങ്ങളെ കയറ്റി നിർത്തപ്പെടുകയാണ്. കയറ്റി നിർത്തുമ്പോ അള്ളാഹു ചോദിക്കുകയാണ്, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. മറുപടി കൊടുക്കണം കേട്ടോ. ഹലോ, മറുപടി കൊടുക്കണോ? ഇതാ പഠിച്ചു വെച്ചോ. നാളെ ചോദിക്കും. ഖബറിലല്ല, ഖബറിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും തടിസലാമത്തായാണ് പോവും. അവിടെ ചെന്നിട്ട് മൈസറിലെ കോടതിയിൽ കയറ്റി നിർത്തും. മജിസ്ട്രേറ്റിന്റെ കോടതി ഉണ്ട്, അവിടെ കയറ്റി നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും, മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. നിന്റെ മകനെ നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്? നിന്റെ മക്കൾക്ക് നീ എന്ത് ഇൽമാണ് പഠിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ BA പഠിപ്പിച്ചു, MA പഠിപ്പിച്ചു, MTech പഠിപ്പിച്ചു, ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി. ഒക്കെ നല്ല കാര്യം തന്നെ, അതൊക്കെ നല്ല കാര്യം തന്നെ. അതൊക്കെ ദുനിയാവിന്റെ ഇൽമ്. ആഖിറത്തിന് വേണ്ടി എന്ത് പഠിപ്പിച്ചു? ആഖിറത്തിന് വേണ്ടി എന്ത് പഠിപ്പിച്ചു? ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു ഉപ്പ വരികയാണ് തന്റെ മകനെ കൂട്ടിക്കൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി യഉഖുനി, എന്റെ മകൻ എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞത്? ഈ മക്കളെ പിടിച്ചിട്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് പരാതിയായിട്ട് വരുമല്ലോ. ഉസ്താദേ, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല ഉസ്താദേ, നല്ല അടി കൊടുക്കണോ? എന്നിട്ട് പിന്നെ ഉസ്താദിനെ പിടിച്ച് പോക്സ്കോയിൽ പിടിച്ചിടുകയും ചെയ്യും. അടിയും കൊടുത്തിട്ട് ഉസ്താദിനെ പിടിച്ച് പോക്സോയിൽ എടുക്കൂലേ? ഉസ്താദ്മാർക്ക് കൊടുക്കണോ? കിട്ടിയാ കിട്ടിയാ? വരുന്ന ലക്ഷണം പോലെ ഉണ്ടോ? പണ്ട് ഇവിടെ വന്ന് വാത് പറഞ്ഞിട്ടേ ഒരു തങ്ങൾ വരുമ്പോൾ വാത് പറഞ്ഞുകൊണ്ടേ ഓർമ്മയുണ്ടോ? നാളെ ചോദ്യം കേട്ടോ. എന്താണ്? മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. അപ്പൊ ഇവരെ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ
ഉമർ റളിയല്ലാഹുവിനോട് ഒരു ഉപ്പ വന്ന് പരാതി പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി യഅഖുനി, എന്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, അതുകൊണ്ട് എന്റെ മകനെ ഒന്ന് ഉപദേശിക്കണം. ഉടനെ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ വിളിച്ചിരുത്തിയിട്ട്, മോനെ മിൻ ഹഖി വാലിദൈകി കദാ വകദാ, മാതാപിതാക്കളോടുള്ള കടമകൾ ഇന്നതൊക്കെയാണ് മകനെ എന്ന് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മകനോട് ഉപദേശിച്ചു കൊടുക്കുകയായി. മകനോട് ഇങ്ങനെയൊക്കെ ഉണ്ട്, മോനെ ഇങ്ങനെയൊക്കെയാണ്, മകനെ ഇങ്ങനെയൊക്കെയാണ്. എന്താടാ മോനെ? ബക്കറ്റ് പൈസ ആയിട്ട് മുങ്ങിയ ബക്കറ്റ് പെണ്ണുങ്ങൾ പാടത്ത് കൊടുത്തിന, പെണ്ണുങ്ങളുടെ അടുത്ത് കൊടുക്കണോ? ആ ചന്തയിലെല്ലാം കൊണ്ട് കൊടുക്കും കേട്ടാ. ആ പായസ കടയിൽ, ചന്തയിൽ, അവിൽ മിൽക്കിന്റെ കടയിൽ, ഐസ്ക്രീമിന്റെ കടയിൽ എല്ലാം കൊണ്ട് കൊടുക്കും. ആ പീഡിയക്കാരന്മാരെ നല്ല 100 രൂപ വാങ്ങിക്കാം. അപ്പൊ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ട്, മോനെ ഉപദേശിച്ചു. ഉണ്ടാണ് നല്ല ബുദ്ധിയുള്ള മക്കൾ അന്നുണ്ടായിരുന്നു കേട്ടോ. മകനെ ഉപദേശിച്ചു, മോനെ ഉമ്മ ഉപ്പയോടുള്ള ബാധ്യതകൾ എന്നതൊക്കെയാണ് കേട്ടോ, നീ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എല്ലാം കേട്ടിരുന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങളെ മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനൊന്ന് ചോദിക്കാണ്, ഈ ഉമ്മ ഉപ്പമാർക്ക് മക്കളോട് വല്ല ബാധ്യതയുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ഉമ്മയെ ദ്രോഹിക്കരുത്, ഉപ്പയെ ദ്രോഹിക്കരുത്, ഉപ്പയെ അടിക്കരുത്, ഉമ്മയെ അടിക്കരുത്, ഉമ്മയെ ചീത്ത വിളിക്കരുത്, ഉപ്പയെ ചീത്ത വിളിക്കരുത്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുണ്ടോ, ബാധ്യതയുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് പറഞ്ഞു, നാമുണ്ട്. എന്താ അത്? ഒന്നാമതായി ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ തന്റെ കുടുംബിനിയെ തെരഞ്ഞെടുക്കുമ്പോ നല്ല സ്വഭാവ ഗുണമുള്ള തറവാടിത്തമുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കട്ടെ. കണ്ടോ, ഒരു കുട്ടി നന്നാവാനുള്ള നമ്പർ 1 പോയിന്റാണ്. ഒന്നാമതായിട്ട് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടത് നല്ല സ്വഭാവമുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം. അതാണ് ഇസ്ലാമിക നിയമം. അവിടെ മുതലാണ് എന്നെ, അതാ ഞാൻ പറഞ്ഞത്, ഉസ്താദ്, ആദ്യത്തെ ഉസ്താദ് ഉമ്മയെന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ഒട്ടിക്കിടക്കുന്നത് ഉമ്മയുമായിട്ടാണ്. ഈ പുറത്ത് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കാൾ ഈ 10 മാസം ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞിന് കിട്ടുന്നുണ്ട്, പുറത്ത് കിടക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് കഴിവതും ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ മാക്സിമം എത്രത്തോളം ദിവസം വയറ്റിൽ കിടക്കാൻ പറ്റുമോ അത്രയും ദിവസം വരെ നമ്മൾ നോക്കണം. നേരത്തെ കൊണ്ടിട്ട് ഓപ്പറേറ്റ് ചെയ്തെടുക്കരുത്, ലാസ്റ്റ് ഘട്ടം വരെ കിടക്കണം. അത്രയ്ക്കും അനുഗ്രഹങ്ങൾ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഈ കുട്ടിക്ക്. അവന്റെ ബുദ്ധി വളർച്ചയ്ക്കുള്ളതെല്ലാം കിട്ടും. അപ്പൊ ഈ കുട്ടി നന്നാകണമെങ്കിൽ ആദ്യമായിട്ട് പെണ്ണ് ഓക്കെ ആവണം, പെണ്ണ് ഓക്കെ ആവണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇയ്യാക വഖലറാ അദ്ദിമൻ ഖാലൂ യാ റസൂലല്ലാഹ് വമാ ഖലറാ ഉദ്ദിമൻ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കുപ്പയിലെ റോസാ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബിതിസൂ, മോശമായ ചുറ്റുപാടിൽ വളർന്നു വരുന്ന സുന്ദരിയായ പെണ്ണാണ്. നല്ല പെണ്ണുങ്ങളൊക്കെ സ്നേഹിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് മക്കളെ ഉണ്ടാക്കുമ്പോൾ ഓർക്കണം, കാണാൻ മൊഞ്ചുണ്ട്, പക്ഷെ തറവാടിത്തം, സംസ്കാരം, സ്വഭാവം അതൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെ നമ്മൾ പരിശോധിക്കണം. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കണം. അതിനാണ് ആദ്യമേ പെണ്ണ് കാണാൻ പോകുമ്പോൾ അവളുടെ സ്വഭാവവും രീതി ശൈലികളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ചുമ്മാ കാണാൻ മൊഞ്ചുള്ള പെണ്ണിനെ കെട്ടിട്ട് കാര്യമില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കല്ല കേട്ടോ. എന്ന് നമ്മൾ മൊഞ്ചും നോക്കണം, പക്ഷെ മൊഞ്ച് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നബി തങ്ങൾ പറഞ്ഞത്, ദീനുണ്ടോ, സംസ്കാരമുണ്ടോ, ഇബാദത്തുണ്ടോ, ഇതൊക്കെയാണ് വലിയ അനുഗ്രഹം, അതൊക്കെയാണ് വേണ്ടത്.
അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കുട്ടിയുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ പെണ്ണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സുന്ദരിയായ പെണ്ണ് ആയിരിക്കും, പക്ഷെ തറവാടിത്തം ഉണ്ടാവൂല, സംസ്കാരം ഉണ്ടാവൂല. അങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തിരഞ്ഞെടുക്കണം. രണ്ടാമത്, നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേരിട്ട് കൊടുക്കണം. കുട്ടി ജനിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ഒരു ഉപ്പ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നല്ല പേരാണ്. ഏറ്റവും നല്ല പേരാണ്, നല്ല അദബാണ്, മര്യാദയാണ്. അതാണ് ഏറ്റവും നല്ലത്. ഒരു ഉമ്മ ഉപ്പ തന്റെ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപഹാരം. ഈ കളിപ്പാട്ടുണ്ടല്ലോ, ടോയ്സുകൾ വാങ്ങിക്കൊടുക്കുന്നത്, ടോയ്സ് വാങ്ങിക്കൊടുക്കുക. ഏറ്റവും വലിയ ടോയ്സ് ഏതാ? നല്ല പേരിട്. ഇന്ന് കുറെ പേരുകളൊക്കെ ഓരോ കുട്ടികൾക്ക് ഇന്ന് പറയുന്നില്ല. എന്തൊക്കെയാ പേര്? അതിന്റെ അർത്ഥം ഉസ്താദന്മാരോട് ഒന്ന് ചോദിക്കും. നമ്മൾ ഡിക്ഷണറി ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഒക്കെ പേരെന്തെന്നായിരിക്കും അതിന്റെ അർത്ഥം? പഴയ ഫാന്, പഴയ സ്പീക്കർ, പഴയ കമ്പ്യൂട്ടർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പഴയ പാത്രങ്ങൾ, തുരുമ്പ് പിടിച്ച പാത്രം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒറിജിനൽ പേരുകൾ നമ്മൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച അറബി പേരുകളൊന്നുമില്ല. എല്ലാം എന്തൊക്കെയോ ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന് ആരും അർത്ഥമില്ലാത്ത കുറെ പേരുകളാണ്. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ അർത്ഥമുള്ള പേരിടണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഹാഫുലിങ്ങളായ കുറെ ആളുകൾക്ക്, പെണ്ണുങ്ങൾക്ക് ഈ സനത് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ ഒരു പെണ്ണിനെ വിളിച്ച പേരാണ് അഫ്ന. അഫ്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുല്ലുമൻ അലിഹ ഫാൻ, നശിച്ചവളെന്നാണ് അതിന്റെ അർത്ഥം. നശിച്ചവളെന്നാണല്ലേ അതിന്റെ അർത്ഥം, ഫന അല്ലേ ഉസ്താദേ? അപ്പൊ ഇങ്ങനെ പേരിടുന്ന പെണ്ണിന് പേരിടുന്ന അഫ്ന. ആർക്കെല്ലാം അറിയോ? പേര് നോക്കുമ്പോ ഏ ആണ്, ആൽഫാബറ്റ് കൊണ്ട് തുടങ്ങുന്നതാണ്, ഏ ആണ്. സംഭവം ശരിയാണ്, പക്ഷെ എന്താ സംഭവിച്ചത്? അഫ്ന, നശിച്ചവൾ, മുടിഞ്ഞവൾ എന്നർത്ഥം. താങ്കൾ വരുന്ന ബക്കറ്റാ? ബക്കറ്റ് എടുത്തല്ലോ, എടുത്തെടുത്ത്. ആ, നിങ്ങൾ എത്താറായ സംഭവം അല്ലേ? അതാന്നോ? പിരിവ് കൊടുക്കണ്ടേ? ഭക്ഷണം കഴിക്കാൻ പോയതാ? താങ്കൾ ഭക്ഷണം കഴിക്കാൻ പോയതാ? പോയിട്ട് വരട്ടെ പെട്ടെന്ന്. 11 മണിക്കകത്തോടെ എത്തിയാൽ മതി. 11 മണിക്ക് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സംഭവം പറഞ്ഞിട്ട് തിരിക്കണം അല്ലേ? പിരിവില്ലാത്ത വാതില്ലല്ലോ പടച്ചവനെ. വാതില്ലാത്ത പിരിവുമില്ല, പിരിവില്ലാത്ത വാതുമില്ല. 3 കാര്യങ്ങളാ പറഞ്ഞത്. അപ്പൊ ഒന്നെന്താ പറഞ്ഞത്? നല്ല പേരിടണം. മൂന്നാമത്തെ ഉത്തരവാദിത്വം എന്താ? അയ്യുഅല്ലിമഹുൽ കിതാബ്. വാപ്പാന്റെ പണി, വാപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്വം മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 3 കേട്ടിട്ട് ഈ കുട്ടി പ്രതികരിക്കുകയാണ്. ആരോട്? അമീറുൽ മുഅ്മിനീനോട്. യാ അമീറുൽ മുഅ്മിനീൻ. കണ്ട വാപ്പയെ കുറിച്ച് മകൻ പരാതി പറയാൻ. മസ്തൻജബാ ഉമ്മി. എന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുന്നതിൽ എന്റെ ഉപ്പയ്ക്ക് അപാകത സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ, എന്റെ ഉമ്മയെ എന്റെ ഉപ്പ തെരഞ്ഞെടുത്തത് സംസ്കാരമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ്. ഈ കുട്ടി മറുപടി പറയണം അങ്ങോട്ട്. എന്റെ ഉമ്മയെ ഉപ്പ തെരഞ്ഞെടുത്തത് സംസ്കാരമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ്. രണ്ടാമത്, സമ്മാനി ജുഅല. എന്റെ ഉപ്പ എനിക്ക് പേരിട്ടത് കരിവണ്ട് എന്നാണ്. എന്റെ ഉപ്പ എനിക്ക് പേരിട്ടത്. എന്താ പറയാ? കരിവണ്ടല്ലേ ഇരിക്കുന്നതിന്? ഒരു കറുത്ത വണ്ടെന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരൊക്കെ ചീത്തയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ വണ്ടിന്റെ പേര് ഇവിടെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തെറിയായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ അത് തെറിയല്ല, ഇവിടെ തെറിയാണ്. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കരിവണ്ടെന്നാണ് അറിയാലോ അല്ലെ? എന്റെ വാപ്പ എനിക്കിട്ട പേര് സമ്മാനി ജുഅല, കരിവണ്ടെന്നാണ്. മൂന്നാമത്, വമാ അല്ലമനി ആയതം മിൻ കിതാബില്ലാഹ്. ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. കണ്ടാ പരിപാടി? കണ്ട സംഭവം കേട്ട അറിഞ്ഞാ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ സംഭവം? വാള് കേൾക്കാൻ വന്നിട്ട് 3 ദിവസത്തായിട്ട് വാള് കേട്ടിട്ട് ഈ ഒരു കാര്യം മാത്രമായിട്ട് തിരിച്ചു പോയാൽ മതി. ഈ 3 കാര്യം എന്താ? എന്താണ് സംഭവം? കവർ കുറവുണ്ടോ? അപ്പൊ നാളെ ഇഷ്ടംപോലെ പെരുത്ത പൈസ വരുമല്ലോപ്പാ. അടുത്ത ബിൽഡിങ്ങിനുള്ള പൈസ നല്ല കിട്ടുമല്ലോ. മാഷാ അല്ലാഹ്. പൈസ കിട്ടീനാ? സ്വർണം കിട്ടീന വെച്ചാ
സംസു നിങ്ങളെ പെണ്ണുങ്ങളുടെ സ്വർണം വാങ്ങണേ. നിങ്ങൾ എൻ്റെ അമീറായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 3 കാര്യം മനസ്സിലായ? ഈ 3 കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ ഉമർ റളിയല്ലാഹു തആല ഉപ്പാന്റെ ഇവിടെ കയറി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു. കൗത്തിൽ കയറി പിടിച്ചു. ഭാഷയിൽ കൗത്തുന്നല്ലേ? ചങ്ക് ഇവിടെ അല്ലേ? ഇതെല്ലാം ചങ്കെന്ന് പറയാ. ചങ്ക് ഇവിടെയാണ് സാധാരണ. നിങ്ങൾ പറയാം ഞങ്ങളുടെ ചങ്കെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതാണ് ചങ്ക്. കയറി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഉപ്പയോട്, നീ എന്നോട് പരാതി പറഞ്ഞു നിന്റെ മകൻ നിന്നെ വേദനിപ്പിക്കുന്നു അല്ലേ? അല്ല, നീയാണ് നിന്റെ മകനെ വേദനിപ്പിച്ചത്. നീയാണ് നിന്റെ മകനെ വേദനിപ്പിച്ചത്. മാതാപിതാക്കൾ ഇൽമു പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സംഭവിച്ച തെറ്റുകൾ, അപാകതകളാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മുടെ മക്കളൊക്കെ നശിച്ചു പോകാനുള്ള കാരണം ഇൽമു കിട്ടാത്തതിന്റെ പേരിലാണ്. ഞങ്ങളൊക്കെ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി ആലിമീങ്ങളായി അൽഹംദുലില്ലാഹ് മരണം വരെ ഈ ഒരു ഇൽമിന്റെ വഴിയിൽ തന്നെ ഖിദ്മത്ത് ചെയ്ത് മരിക്കണമെന്നുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങൾക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ നിയ്യത്ത് അതാണ്. ഈ ഇൽമിന്റെ വഴിയിൽ ജീവിച്ച് ഇൽമിന്റെ വഴിയിൽ മരിക്കണം. ഇൽമിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്ത് മരിക്കണം. അള്ളാന്റെ പൊരുത്തം കിട്ടി മരിക്കണം. അതല്ലാതെ വെള്ളമടിച്ച് ഏതെങ്കിലും ബാറിൽ കിടന്നിട്ട് കള്ളിഷാപ്പിൽ കിടന്നിട്ട് മദ്യപാനിയായി മയക്കുമരുന്നടിച്ചിട്ട് കിടക്കേണ്ട, അങ്ങനെ ചാവേണ്ട ഒരു ഗതികേട് നമുക്ക് വരാൻ പാടില്ല. നാളെ ഒരു മദ്യപാനിയുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖബറിസ്ഥാൻ കിടുകിടാ വിറയ്ക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതൊക്കെ മനസ്സിലാക്കണം. ഒരു മദ്യപാനിയുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ നരകം പ്രകമ്പനം കൊള്ളും ഇവന്റെ മയ്യത്ത് ആ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മയക്കുമരുന്നടിച്ച് ചത്തുപോയവന്റെ മയ്യത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് മാറ്റിയടക്കണം. വജന്നിബൂഹു ജാറസു നബിയുനാ റസൂലുള്ളാഹി. ഖബർസ്ഥാനിൽ നിന്ന് മാറ്റി, മുസ്ലിം ഖബർസ്ഥാനിൽ നിന്ന് മാറ്റിയടക്കണം. എന്താന്ന് സഹാബത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, അവന്റെ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം അടുത്ത് കിടക്കുന്ന ഖബറാളിക്കും ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു മോശമായ മരണത്തിന് കീഴ്പ്പെടുന്ന മക്കളാക്കി നീ മാറ്റല്ലേ പടച്ചവനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഗുണമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു പോയാലും ആരാണ് ആദ്യം മരിക്കുക എന്നറിയില്ല. അല്ലാഹ്, ഞങ്ങൾ മരണപ്പെട്ട് ഞങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി, മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരാൾ മരിച്ചു പോയാൽ അവന്റെ കൂടെ എത്തുന്ന സംഭവം എന്താ? ഒരാൾ മരണപ്പെട്ടു പോയാൽ എല്ലാം അസ്തമിക്കും. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. നമ്മൾ എന്നായാലും മരണപ്പെട്ടു പോകും, മരിച്ചു പോകും. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മരിച്ചത്? എല്ലാവരും നാമീം പറയണേ. അല്ലാഹുവേ, പൊറുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. തന്റെ കുഞ്ഞു പൈതലിനെ കൊണ്ട് LKG സ്കൂളിൽ ചേർത്ത് ചുടുചുംബന നൽകിയ വ്യക്തിയാണ്. രാത്രി ഉറങ്ങിക്കിടന്നു, രാവിലെ മരണപ്പെട്ടു പോയി. اللهم إنا نعوذ بك من موت الفجاءة. اللهم إنا نعوذ بك من موت الفجاءة. اللهم إنا نعوذ بك من موت الفجاءة ومن لدغة الحية ومن السبع ومن الحرق ومن الغرق ومن أن نخر على شيء في الأرض ومن القتل عند فرار الزعف. الله പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ആഫിയത്ത്, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിൽ ഇന്നലെ മരണപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ട ആ ചെറുപ്പക്കാരന് സ്വർഗം പ്രതിഫലമായി നൽകണേ റബ്ബേ. ആ കുഞ്ഞുമക്കളെ, ആ ഭാര്യയെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് മനസ്സമാധാനം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരാൾ മരിച്ചാൽ എല്ലാം തീരും, എല്ലാം തീർന്നു. പക്ഷെ തീരാത്ത 3 കാര്യങ്ങളുണ്ട്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിൽ ഒന്ന് ഇല്ലാ മിൻ തലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അതിൽ ഒന്ന് സദഖത്തിൻ ജാരിയ, അവൻ ചെയ്യുന്ന ജാരിയായ സദഖയാണ്. ആവിയിലെ ജനങ്ങളെ, ഈ മഹത്തായ നാട്ടിൽ നിങ്ങൾ പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തവരാണ്. ഇൻഷാ അല്ലാഹ് ബിഔനില്ലാ ബിഫളില്ലാ ബികറമില്ലാ വജൂദില്ലാ, ആ പണം കൊടുത്തവരാരെല്ലാം ഉണ്ടോ മരിച്ചു പോയാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സവാബ് നിങ്ങൾക്ക് ആ ഖബറിൽ കിട്ടും. ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട. രണ്ടാമത്, ഇന്ന് നമ്മൾ സന്തോഷിക്കുന്ന ഈ നാട്ടിലെ ഇൽമ പഠിപ്പിക്കുന്ന ഗേഹമായ മദ്രസയ്ക്ക് വേണ്ടി ആരാണോ പണം കൊടുത്തത്, അൽഹംദുലില്ലാഹ്, അവർ സന്തോഷിക്കട്ടെ. ആ ഖബറിൽ അവർക്ക് സുഖലോലുപരായി കിടന്നുറങ്ങാം. അതിന്റെ മിസ്ല് സവാബ് ആ ഖബറിൽ എത്തുമത്രേ. ഇതിനാണ് ജാരിയായ സദഖ എന്ന് പറയുന്നത്. ജാരിയായ സദഖ എന്ന് പറയുന്നത് ഇതിനാണ്. ഖബറിൽ കൂട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, രണ്ടാമത് മിൻ അമലിൻ സാലിഹൻ, സാലിഹായ അമൽ, നമ്മൾ ചെയ്യുന്ന നമസ്കാരം, ഇബാദത്ത്, വഅദ്, നസീഹത്ത്, ഈ ഓരോ നന്മകൾ, ദിക്റുകൾ, സലാത്ത്, തസ്ബീഹ്, തഹ്ലീൽ, തദ്കീറുകൾ, ഇതെല്ലാം ആ ഖബറിൽ നമുക്ക് പ്രയോജനപ്രദമാകും. മൂന്നാമത് ഔ വലദിൻ സാലിഹൻ, ഒരു സ്വാലിഹായ സന്താനത്തെ ഈ ദുനിയാവിൽ നമ്മൾ വിട്ടിട്ട് പോയാൽ ആ വാപ്പാക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ദുആയും അവന്റെ സ്വദഖകളും ആ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് ഒരു തടസ്സവുമില്ലാതെ എത്തുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി